മരണക്കിടക്കയിൽ കിടക്കുന്ന ഭരതൻ നായർ തന്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റി തരാനായി മകനോട് അപേക്ഷിച്ചു. അയാൾക്ക് രണ്ടാം ഭാര്യയും അതിലൊരു മകനും ഉണ്ടെന്നും അവരെ കാണണമെന്നുള്ള ആഗ്രഹം കേട്ട് ശശി ആകെ ഇല്ലാതായി. പക്ഷേ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം ആയതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കി കൊടുക്കാതിരിക്കാനും വയ്യ. അതുകൊണ്ട് തന്നെ അവരെ കാണാനായി പോയി. എന്നാൽ രണ്ടാം ഭാര്യയുടെ മകനെ കണ്ടതും ശശി ഒന്ന് ഞെട്ടി. കാരണം ആ മകനും ശശിയുടെ ഇളയ സഹോദരനും കാണാൻ ഒരുപോലെയായിരുന്നു. അങ്ങനെ ശശി അവരെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വന്നതും ആദ്യ ഭാര്യയും മക്കളും അവരെ കണ്ടൊന്ന് ഞെട്ടി. ഈ അവിഹിതം നാട്ടുകാരെ അറിയിക്കാതിരിക്കാനായി ആദ്യ ഭാര്യയുടെ മകനെ രണ്ടാം ഭാര്യയുടെ മകന്റെ അതേ രൂപത്തിലേക്കാക്കി. ഇതേ നേരം അത്ഭുതമെന്നും പറയട്ടെ, ഭരതൻ നായരുടെ അസുഖം ഭേദമാവുകയും വീട്ടിലേക്ക് മടങ്ങാനും പറ്റി. തന്റെ ഭർത്താവിന്റെ അവസാന നാളുകളിൽ അവരുടെ കൂടെ നിന്ന് പരിചരിക്കണമെന്ന് പറഞ്ഞ് രണ്ടാം ഭാര്യയും മകനും ശശിയുടെ വീട്ടിലേക്ക് എത്തി. നാട്ടുകാർ കാണുന്ന രീതിയിൽ പുറത്തേക്ക് ഇറങ്ങരുതെന്നുള്ള കണ്ടീഷനോട് കൂടി ശശി അവരെ വീട്ടിൽ താമസിപ്പിച്ചു. എന്നാൽ പിന്നീട് ശശി വീട്ടിൽ നിന്ന് അധികം പുറത്തേക്കൊന്നും ഇറങ്ങാത്തത് കൊണ്ട് തന്നെ നാട്ടുകാരുടെ ഇടയിൽ അത് സംശയത്തിനുളവാക്കി. അവരുടെ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവിടെ എന്തെന്ന് അന്വേഷിക്കാനായി നാട്ടിലെ വീടുകളിൽ തോറും നടക്കുന്ന വെളിച്ചപ്പാടിന്റെ ആറാട്ട് ശശിയുടെ വീട്ടിൽ നടത്താനായി അവർ തീരുമാനിച്ചു. വെളിച്ചപ്പാട് ഉള്ളിലേക്ക് കടക്കുന്നത് തടയാനായി ശശി ശ്രമിച്ചെങ്കിലും വെളിച്ചപ്പാട് ഉള്ളിലേക്ക് കടക്കുകയും രണ്ടാം ഭാര്യയും മകനെയും കാണുകയും ചെയ്തു. ഇക്കാര്യം നാട്ടുകാർ മൊത്തം അറിയുകയും നാട്ടുകാർ സത്യം ഉറപ്പിക്കുന്നതിനായി ആ വീട്ടിലേക്ക് വരികയും ചെയ്തു. എന്നാൽ ഇതേ നേരം തലയിൽ തേങ്ങ വീണ് ശശിയുടെ അച്ഛൻ മരണപ്പെടുകയും തന്റെ ഭർത്താവിന്റെ സംസ്കാര ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ രണ്ടാം ഭാര്യയും മകനും റൂമിനകത്ത് വിഷമിച്ചിരുന്നു. എന്നാൽ ആദ്യ ഭാര്യയായ ശശിയുടെ അമ്മ തന്നെ അവരെ വിളിച്ചു കൊണ്ടുവരാനായി ശശിയോട് പറയുകയും ഭർത്താവിനെ അവസാനമായി കാണാനുള്ള അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്തു. നാട്ടുകാരുടെ മുന്നിൽ തന്റെ അച്ഛന്റെ അവിഹിതം ലീക്കായെങ്കിലും ആ കളിയാക്കലുകളെയൊക്കെ മറികടന്ന് ശശി തന്റെ അച്ഛന്റെ രണ്ടാം ഭാര്യയും മകനെയും അവരുടെ കൂടെ തന്നെ അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു.